കൊല്ലം അഷ്ടമുടി സഹകരണ ആശുപത്രിക്കെതിരെ ചികിത്സാ പരാതി. കയ്യിലെ കൊഴുപ്പ് നീക്കം ചെയ്യാനെത്തിയ ആൾ ചികിത്സാ പിഴവിനെ തുടർന്ന് 2 മാസത്തോളമായി മറ്റൊരാശുപത്രിയിൽ ചികിത്സയിലാണ്. ചികിത്സാ പിഴവ് വാർത്തയാക്കാനെത്തിയ ജനം TV സംഘത്തിന് നേരെയും ആശുപത്രി അധികൃതരുടെ ഭീഷണിയുണ്ടായി. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു. മനോജ്, ഈ ചികിത്സാ പിഴവ് എന്തായിരുന്നു? അതിനെ തുടർന്ന് അദ്ദേഹം ഇപ്പോൾ ചികിത്സാ പിഴവ് സംഭവിച്ച വ്യക്തിയുടെ അവസ്ഥ എന്താണ്? വിവരങ്ങൾ എന്താണ്? വീണ, ഏപ്രിൽ 25-ാം തീയതിയാണ് ചാത്തന്നൂർ സ്വദേശിയായിട്ടുള്ള ഹബീസ് ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തിയത്. കൈയുടെ ശസ്ത്രക്രിയയ്ക്കായിരുന്നു, കൊഴുപ്പ് മാറ്റിവെക്കാൻ. എന്നാൽ ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ, അതായത് യോഗ്യതയില്ലാത്ത ഡോക്ടറാണെന്നും അതോടൊപ്പം തന്നെ ഇവരോട് പെരുമാറിയത് വളരെ മോശമായിട്ടാണെന്നും പിന്നീട് 2 മാസക്കാലമായിട്ടും ഈ കൈ വിരലുകൾ അനക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയെന്നുമാണ് പരാതിക്കാരൻ ഉന്നയിക്കുന്നത്. എന്തായാലും ആ പരാതിയുമായി അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കുകയാണ്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ എത്തുമ്പോഴാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും മോശമായിട്ടുള്ള പെരുമാറ്റം ഈ വാർത്താ സംഘത്തിന് നേരെയും ഉണ്ടാകുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു വന്നപ്പോൾ നിരവധി ആരോപണങ്ങളാണ് ഈ ആശുപത്രിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നാട്ടുകാർക്കടക്കം ഇതിൽ പരാതിയുണ്ട്. എന്തായാലും ഈ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിച്ചോ? ഇവിടുത്തെ നമ്മൾ ഈ ഒരു പ്രശ്നം നടന്നപ്പോൾ നമ്മൾ ഇന്നലെ തൊട്ട് ഫേസ്ബുക്കിലും മറ്റ് ചാനലുകളിലും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മെസ്സഞ്ചറിലും എല്ലാം ഇതേ അനുഭവങ്ങളുള്ള കൈ തളർന്നു, ഇതേ സർജറി ചെയ്ത് കൈ തളർന്ന ഒരവസ്ഥയിലുള്ളവർ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടുത്തെ സ്ഥിരം നടക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അബദ്ധവശാൽ നടക്കുന്ന ഒരു കാര്യമല്ല. മിക്ക പേഷ്യൻറ്റുകൾക്കും ഈ ഒരു അവസ്ഥ സംഭവിക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ പാരസെറ്റമോൾ എന്ന് പറഞ്ഞ ഗുളിക തന്നെയാണ് സജസ്റ്റൻ ചെയ്യുന്നത്. ആൻറ്റിബയോട്ടിക് ആർക്കും തന്നെ നൽകില്ല. അപ്പോൾ അബദ്ധവശാലോ ഒരാൾക്ക് മാത്രമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല, എല്ലാവർക്കും ഈ ഒരു ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു ലൈസൻസ് ഇല്ല, ഇതൊരു മനുഷ്യ കച്ചവടമായിട്ടാണ് ഈ ഹോസ്പിറ്റൽ ഇപ്പം പ്രവർത്തിച്ചുകൊണ്ട് വരുന്നത്. തീർച്ചയായും ഇവിടെ ലൈസൻസ് ഇല്ല എന്നുള്ളത് പിന്നീട് അന്വേഷിച്ച പഞ്ചായത്തിൽ നിന്നുള്ളത് കിട്ടി ഞങ്ങൾക്ക്. 2017 ലൈസൻസേ ഉള്ളൂ, അത് ഒരു നിലയ്ക്കുള്ളേ ഉള്ളൂ. ഈ 3 നില കെട്ടി വെച്ചേക്കുന്നത് അനധികൃതമായിട്ട് കെട്ടിയിരിക്കുന്നതാണ്, പെർമിഷൻ ഇല്ലാതെ കെട്ടിയേക്കുന്നതാണ്. നിങ്ങളുടെ കൈയുടെ അവസ്ഥ ഇപ്പോൾ വിരലുകൾ അനക്കാൻ പറ്റാത്ത സ്ഥിതി. എനിക്ക് ഷോൾഡർ പെയിൻ, എനിക്ക് കൈ കൊണ്ട് യാതൊരു സ്വാധീനവും ഇല്ല. അതായത് പഴയതിനേക്കാൾ മോശമായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. തീർച്ചയായും. എന്തായാലും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള നാട്ടുകാരും നമ്മളോടൊപ്പം ചേരുകയാണ്. നിരവധി തവണ ഇതുപോലെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ ജനപ്രതിനിധികളുണ്ട്. അതോടൊപ്പം എന്താണ് ഈ ഒരു ആശുപത്രിയെക്കുറിച്ച് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. നേരത്തെ ഇത് സമാന സംഭവം തന്നെയാണ് ഇവിടെ നടന്നു വരുന്നത്. തീർച്ചയായും ഈ ആശുപത്രിയെക്കുറിച്ച് ഏകദേശം ഒരു 4-5 വർഷത്തിന് മുന്നേ തന്നെ നമ്മൾ പ്രതികരിച്ചു തുടങ്ങിയാണ്. നമ്മൾ BJPയുടെ നേതൃത്വത്തിൽ ഈ ആശുപത്രിക്കെതിരെ സമര പരിപാടികൾ നമ്മളിവിടെ നടത്തിയിട്ടുള്ളതാണ്. ഈ ആശുപത്രി ഇപ്പോൾ ഈ കഴിഞ്ഞ മാസമുണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ വാർഡിൽ, ഞാൻ വയനാട് പഞ്ചായത്തിലെ 21-ാം വാർഡ് മെമ്പറാണ്. അപ്പോൾ എൻ്റെ വാർഡിൽ ഒരു അമ്മയെ ഇവിടെ ഓപ്പറേഷനായിട്ട് കൊണ്ടുവന്ന സമയത്ത് അവരെ നമ്മുടെ സൗജന്യ ചികിത്സാ കാർഡ് ഉണ്ട്, ഈ ആശുപത്രി അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അവരുടെ കയ്യിൽ നിന്ന് പലതവണയായി 18,000 രൂപ ബില്ല് കൊടുത്തിട്ടില്ല. 18,000 രൂപയ്ക്കും ബില്ല് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹെൽത്ത് മിനിസ്ട്രിയുടെ ഇൻസ്പെക്ഷൻ്റെ ആൾ വന്നപ്പോൾ അവരോട് പറഞ്ഞു, ബില്ല് തന്നെന്ന് പറയണം, പൈസ വാങ്ങില്ല എന്ന് പറയണം, ഇതുവരെയുള്ള ചികിത്സ മുഴുവൻ സൗജന്യമായിരുന്നു എന്ന് പറയണമെന്ന് വരെ അത്ര വരെ കള്ളത്തരം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആശുപത്രിയാണ്. ഒരു MLA-യുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടന്നു. ചാത്തന്നൂർ MLA GS ജയലാൽ MLA-യുടെ ആശുപത്രി അദ്ദേഹത്തിൻ്റെതാണ് യഥാർത്ഥത്തിൽ ആശുപത്രി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെയേറെ ഇവിടെ കിട്ടുന്ന ചികിത്സകളൊക്കെ യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. ലിഫ്റ്റില്ല. 3 നില ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചിട്ട് ഇതിലേക്ക് രോഗികൾക്ക് കടന്നു പോകാനായിട്ട് ലിഫ്റ്റില്ല ഈ ആശുപത്രിയിൽ. ലൈസൻസ് ഇല്ല. 2017 തീർന്ന ലൈസൻസാണ്. അതിനുശേഷം പുതുക്കിയിട്ടില്ല. മുകളിലത്തേക്ക്, അത് ഒരു നിലയ്ക്കാണ് ലൈസൻസ് ഉള്ളത്, മുകളിലത്തേക്കുള്ള നിലയ്ക്കൊന്നും ലൈസൻസ് തന്നെ ഉണ്ടായിട്ടില്ല. എങ്ങനെയൊക്കെ നമ്മൾ പരാതി നൽകിയിട്ടും ഈ ഒരു സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഇവരെ സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവർ ഈ ഗുണ്ടായിസം ഇവിടെ നടത്തിപ്പോകുന്നത്. ഇപ്പോൾ തന്നെ ഈ പ്രതികരിക്കാൻ വന്ന ഇവർക്കെതിരെ ഇവിടുത്തെ സെക്യൂരിറ്റികളും സ്റ്റാഫുകളും എല്ലാം കൂടെ ഗുണ്ടായിസമാണ് കാണിച്ചത്. അപ്പോൾ അതറിഞ്ഞിട്ടാണ് നമ്മളിവിടെ ഓടിയെത്തിയത്. എന്തായാലും നമ്മളിത് അനുവദിക്കത്തില്ല. ഇനി ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഇനി ഈ ആശുപത്രിയിൽ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും പാർട്ടിയുടെ ഭാഗത്തു നിന്നായാലും ഇവിടുത്തെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നായാലും ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഈ ആശുപത്രിയോട് ചേർന്ന് താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കും നേരത്തെ സമാനമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ചികിത്സയ്ക്കായി എത്തിയവരാണ് ഈ ഒരു ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്. ഇതെന്നും ഇതൊരു കാഴ്ചയായി മാറുകയാണല്ലോ ഇവിടെ. ഇത് നേരത്തെ മുതലേ ഉണ്ട്. ഇപ്പം പുതുതായിട്ട് തുടങ്ങുന്നില്ല. ആദ്യമൊക്കെ ഞങ്ങൾ പറഞ്ഞൊക്കെ നോക്കി, പിന്നെ അയലത്തൊരു ഹോസ്പിറ്റലിൽ 10 പേര് ജോലി ചെയ്ത് ജീവിക്കുന്നത് നല്ലതാണ്, അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇവരിപ്പോൾ കാട്ടിക്കൂട്ടുന്ന എല്ലാം തെമ്മാടത്തിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ
ഒന്ന് രോഗികളുടെ ഒരു ഇതുമില്ല, പിന്നെ ചികിത്സാ കാർഡ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. ആ കാർഡിൻ്റെ പൈസ അവർ വരുമ്പോഴേ 5000, 2000, 6000, 10000 വെച്ച് ആദ്യമേ ക്യാഷായിട്ട് അങ്ങ് മേടിക്കും. അതിനും ഈ ഗൂഗിൾ പേ മറ്റോ കൊടുക്കുന്ന അവർ വാങ്ങില്ല. അവർ റെഡി ക്യാഷ് വേണം. വെച്ചാൽ ഗൂഗിൾ പേ ആകുമ്പോൾ ഇന്നല്ല നാളെ അവർ കേസ് കൊടുത്താൽ ഇവർ പിടിക്കപ്പെടുന്നവർക്ക് നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് റെഡി ക്യാഷ് മേടിച്ചിട്ടാണ് ഇവരുടെ പരിപാടിയെല്ലാം. അത് കാർഡൊക്കെ വെറുതെയാണ്. കുറച്ചൊക്കെ ചികിത്സ കൊടുക്കുന്നുണ്ട്, ബാക്കിയെല്ലാം വെറുതെയാണ്. ഈ ഇതാണ് കിടക്കുന്ന. അത് മാത്രമല്ല, ബാക്കിലൊക്കെ പോയി നോക്കിയാൽ താങ്കൾക്ക് കാണാൻ പറ്റും, മൊത്തം വേസ്റ്റാണ്. തൊട്ടും ബാക്കിൽ കിടക്കുന്ന ജനങ്ങളെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ട അവർ പാവത്യങ്ങളാണ്. പ്രതികരിച്ചിട്ട് ആദ്യമൊക്കെ പ്രതികരിച്ചു, രക്ഷയില്ല. ഇവരുടെ കയ്യിൽ ഗുണ്ടായ സമയത്തെല്ലാം നിൽക്കാൻ പറ്റത്തില്ലുണ്ട്. അവരിപ്പം പ്രതികരിക്കുന്നുമില്ല. അവർ കഷ്ടപ്പെട്ട് അങ്ങനെ ജീവിക്കുക. വെള്ളം തന്നെ വേറെ അവിടുന്ന് ഇവിടുന്നൊക്കെ കോരിയാണ് അവർ രക്ഷപ്പെടുന്നത്. വെച്ചാൽ വേസ്റ്റേജ് ടാങ്കൊന്നും നല്ലവിടെ ഇല്ല. അവിടെ എല്ലാം അഴുക്കാണ്. അതെല്ലാം വഴി. അതുമാത്രമല്ല, അങ്ങോട്ട് താഴ്ചയാണ്ട് ഈ തീർച്ചയായിട്ടും താഴ്ന്ന ഭാഗത്തോട്ട് വെള്ളം പോകുമല്ലോ. അതിന് വെള്ളത്തിന് ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ആകെപ്പാടെ കിടന്ന ആൾക്കാർ ബുദ്ധിമുട്ടുന്ന കണ്ടീഷനിലാണ് ഇപ്പോൾ വരുന്നത്. മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഇവിടെ ചികിത്സയ്ക്കായി രോഗിയെ എത്തിക്കുമ്പോൾ ഡോക്ടർ ഇല്ല എന്നുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞ് ഇവിടെയുള്ളവരെ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഒരു സംഭവം. ഫ്രണ്ടിനെ രാത്രി ഒരു 4 മണിയൊക്കെ വന്നപ്പം ഇവിടെ സെക്യൂരിറ്റി പറഞ്ഞു, നിങ്ങൾ പോയിട്ട് രാവിലെ 6 മണിക്ക് ഡോക്ടർമാരില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ പിള്ളേരോട് ചോദിച്ചു, നിങ്ങളിവിടെ എന്തോ നടത്തിക്കൊണ്ട് ഓപ്പണാക്കി വെച്ചാൽ എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടറില്ല, നിങ്ങൾ പിന്നെ വരാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അതാണ് ഇവിടെ നിയമം എന്ന് ചോദിച്ചു. നിങ്ങളെന്തോ ഇവിടെ ഗുണ്ടായ സാധനം കാണിക്കുന്നത് ചോദിച്ചു. നമ്മളെ ചോദിച്ചു. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ അവിടെ നിന്ന് നേരെ അടുത്ത ഹോസ്പിറ്റലിൽ മെഡിസിറ്റി കൊണ്ടുപോയി. ആ ശ്വാസം മുട്ടുള്ള പയ്യനായിരുന്നു. രാത്രി ഒരു 2 മണിയാകുമ്പോൾ അവന് ശ്വാസം കിട്ടുന്നില്ല, ബോധമില്ലാതെ വന്ന് ഇവിടെ ഞങ്ങൾ കാറിനകത്ത് നിന്ന് ഇവിടെ കൊണ്ടുവന്നപ്പം ഇവിടെ ആളില്ല. ഡോക്ടർമാർ ഡ്യൂട്ടി സമയത്ത് പോയി ചായക്കടയിൽ പോയി വെള്ളം ജ്യൂസ് കുടിക്കാനും ഫ്രണ്ട്സിനോട് കറങ്ങാനാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നടന്ന് അങ്ങോട്ട് പോയിട്ട് റോഡിൽ നിന്ന് ബൈക്ക് കയറി കറങ്ങാൻ പോകും ബീച്ചിലൊക്കെ. ഒരു ഡോക്ടറാണ് ഇത്രയും വലിയ ബിൽഡിംഗ് കെട്ടിയിട്ട് ഒറ്റ ഡോക്ടറാണ് ഇവിടെ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഡോക്ടർമാരുടെ ഉത്തരവാദിത്വം. തീർച്ചയായും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ ആശുപത്രിക്കെതിരെ ഉയർന്നു വരുന്നത്. അതായത് ഒരു ചികിത്സാ പിഴവ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയപ്പോഴാണ് നാട്ടുകാരടക്കം ഈ കാര്യം പറയുന്നത്. 1ഉം 2ഉം സംഭവങ്ങളല്ല, നിരവധിയായി സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ മറച്ചു വയ്ക്കുവാനായി ഈ ആശുപത്രി ജീവനക്കാരെ ഉപയോഗിച്ച് ഗുണ്ടായിസം കാണിക്കുന്ന ഒരു രീതിയാണ് ഇവിടെയുള്ള അധികൃതർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയപ്പോൾ ജനം TV സംഘത്തിന് നേരെയും ഭീഷണി ഉണ്ടായത്.